Hello dear students, next we are going to discuss about an important theorem from 4th module, Euler's theorem. The theorem states that a connected planar graph with n vertices and e edges has e minus n plus 2 regions. Once more, a connected planar graph with n vertices and e edges has e minus n plus 2 regions or phases. That is, f equals e minus n plus 2. ഇതാണ് ഇക്വേഷൻ. എഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റീജിയൻസ് ഓർ ഫേസസ്. ഓക്കെ, സോ സപ്പോസ് കൺസിഡർ എ പോളിഗൺ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു റീജിയൻസ്. ഒരു ഇൻറ്റീരിയർ റീജിയൻ ഉണ്ട്, ഒരു എക്സ്റ്റീരിയർ റീജിയൻ ഉണ്ട്. ഓക്കെ, ഹിയർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് n ഈക്വൽ ടു 4, e ഈക്വൽ ടു 4, f ഈക്വൽ ടു e മൈനസ് n പ്ലസ് 2. ദാറ്റ് ഈസ് 4 minus 4 plus 2 equal to 2. ഓക്കെ, 2 റീജിയൻസ് ആണ് കിട്ടുന്നത്. ഇനി ഫസ്റ്റ് ഇവിടെ പറയുന്നത്, സപ്പോസ് നമുക്കിവിടെ കയ്യിൽ ഒരു പോളിഗൺ ഉണ്ട്. ഈ പോളിഗണിലോട്ട് നമ്മളൊരു പാരലൽ എഡ്ജ് അല്ലെങ്കിൽ ഒരു സെൽഫ് ലൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ n ഈക്വൽ ടു 4, e ഈക്വൽ ടു 4, f ഈക്വൽ ടു 2. ഓക്കെ, ഇഫ് യു ആഡ് പാരലൽ എഡ്ജ്, ഒരു പാരലൽ എഡ്ജ് നമ്മൾ ആഡ് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും? എഡ്ജ് ഒന്ന് കൂടും, e ഈക്വൽ ടു 5 ആവും, n 4 തന്നെയായിരിക്കും. റീജിയൻസ് ഓ 1, 2, ഔട്ട്സൈഡ് റീജിയൻ 4. ഓക്കെ, സോ ഇവിടെ എഫ് ഈക്വൽ ടു 5 മൈനസ് 4 പ്ലസ് 2 ദാറ്റ് ഈസ് 3 ഇല്ലേ? അപ്പോൾ നമ്മളൊരു ഇവിടെ ഒരു പാരലൽ എഡ്ജ് ആഡ് ചെയ്തപ്പോൾ നമ്മുടെ എഫിൻ്റെ വാല്യൂവും ഒന്ന് കൂടി, ഇൻ്റെ വാല്യൂവും ഒന്ന് കൂടി. ഇനി നമ്മളിവിടെ ഒരു സെൽഫ് ലൂപ്പാണ് ആഡ് ചെയ്യുന്നെങ്കിലോ അവിടെയും ഇയുടെ വാല്യൂ ഒന്ന് കൂടും, എഫിൻ്റെ വാല്യൂ ഒന്ന് കൂടും. സോ ഇൻ ദ ഇക്വേഷൻ എഫ് ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 2ൽ ഇയുടെ വാല്യൂ ഒന്ന് കൂടുമ്പോൾ എഫിൻ്റെ വാല്യൂ ഒന്ന് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനകത്ത് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളൊരു പോളിഗണിനകത്തോട്ട് സിമ്പിൾ ഒരു സെൽഫ് ലൂപ്പോ അല്ലെങ്കിൽ പാരലൽ എഡ്ജോ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ എഫ് ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 2 എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് ഒന്നും ആൻഡ് ഇക്വാളിറ്റിയിൽ ചേഞ്ച് ഒന്നും കാണത്തില്ല. ഓക്കെ, ദെൻ സപ്പോസ് if you add an edge which is not a boundary of any region, ഒരു റീജിയൻ്റെ ബൗണ്ടറി അല്ലാത്തൊരു എഡ്ജ് ആഡ് ചെയ്യുവാണെങ്കിലോ അപ്പോൾ ആ എഡ്ജ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എഫ് ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 2 ആണ്. അവിടെ ഒരു എഡ്ജും ആഡ് ആവും, അവിടെ ഒരു ഒരു വേർട്ടെക്സും ആഡ് ആവും. ഫൈനലി എഫിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? ഇ മൈനസ് എൻ പ്ലസ് 2. നേരത്തെ എന്താണോ, അതായത് ഇനിഷ്യലി ഈ എഡ്ജ് ഇല്ലാതിരുന്ന സമയത്ത് നമ്പർ ഓഫ് റീജിയൻസ് 2 ആയിരുന്നു. ഇങ്ങനൊരു എഡ്ജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇയും കൂടി എന്നും കൂടുമ്പോൾ നേരത്തെ ഉള്ള നമ്പർ ഓഫ് റീജിയൻസ് 2 തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് നമ്മളൊരു എഡ്ജ് വിച്ച് ഇസ് നോട്ട് എ ബൗണ്ടറി ഓഫ് എനി റീജിയൻ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ജസ്റ്റ് എഡ്ജ് ആഡ് ചെയ്യുമ്പോൾ ഇ കൂടുന്നു അല്ലെങ്കിൽ വേർട്ടെക്സ് കൂടുന്നു, എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഇ കുറയുന്നു, വേർട്ടെക്സ് കുറയുന്നു എന്നല്ലാതെ ഇ മൈനസ് എൻ പ്ലസ് 2 എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി അവിടെയും അൺആൾട്ടേർഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. സോ ഇഫ് വി ആഡ് എ സെൽഫ് ലൂപ്പ് ഓർ പാരലൽ എഡ്ജ്, ബിക്കോസ് ഇറ്റ് സിംപ്ലി ആഡ്സ് one region to the graph and simultaneously increases the value of e by n by 1. Okay, if we add an edge which is not a boundary of any region, addition of that edge or decrease of or removal of that edge makes the value of edge, that is e by 1 or decrease by 1. നമ്മളൊരു എഡ്ജ്, അങ്ങനെ ഒരു എഡ്ജ് ആഡ് ചെയ്യുവാണെങ്കിൽ ഇയുടെ വാല്യൂ ഒന്ന് കൂടും, അങ്ങനെ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇയുടെ വാല്യൂ ഒന്ന് ഡിക്രീസ് ചെയ്യും, ആൻഡ് റിമെയിൻസ് ദ ക്വാണ്ടിറ്റി ഇ മൈനസ് എൻ അൺആൾട്ടേർഡ്. ഓക്കെ, ഇനി നമ്മളൊരു സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ എഡ്ജും എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു സിമ്പിൾ പ്ലാനാർ ഗ്രാഫിനകത്തുള്ള റീജിയൻസ് എല്ലാം പോളിഗൺസ് ആയിരിക്കും. Okay, so consider a simple planar graph that having a plane representation such that each edge is a straight line, and any planar graph can be drawn such that each region is a polygon. Okay, നമ്മളൊരു പ്ലാനാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിനകത്തുള്ള റീജിയൻസ് എല്ലാം ഓരോ റീജിയൻസും ഒരു പോളിഗൺസ് ആയിരിക്കും. ദെൻ ഒരു പോളിഗനെ നമുക്കൊരു റീജിയൻ എന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 സൈഡ്സ് എങ്കിലും അതിനുണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പ്രൂഫിലോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണ്. Let the polygon representing the given graph consisting of f regions or faces and kp be the number of p-sided region. kp എന്ന് പറയുന്നത്, അതായത് we have a planar graph, അതിനെ നമ്മൾ പ്ലെയിൻ റെപ്രസെൻറ്റേഷനിൽ
ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി റീജിയൻസ്. എല്ലാ റീജിയൻസും ഓരോ പോളിഗൺസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതൊരു പോളിഗണാണ്. ഇവിടെ ടോട്ടൽ എത്ര റീജിയൻസ് കാണും? ഇങ്ങനൊരു ട്രയാങ്കിൾ, 3 സൈഡുള്ള ട്രയാങ്കിളിൻ്റെ ഒരു റീജിയൻ, 4 സൈഡുള്ള ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു റീജിയൻ, ദെൻ ഒരു ഔട്ട്സൈഡ് റീജിയൻ. എക്സ്റ്റീരിയർ റീജിയൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ആയിരിക്കും. അതായത് നമ്മുടെ ഈ പോളിഗണിൻ്റെ ഔട്ട്സൈഡായിട്ടുള്ള വരുന്ന, പോളിഗണിലെ ഔട്ടറായിട്ട് വരുന്ന എഡ്ജസ് ആയിരിക്കും നമ്മുടെ എക്സ്റ്റീരിയർ റീജിയൻ്റെ എഡ്ജസ്. മനസ്സിലായോ? നമ്മളിങ്ങനൊരു പോളിഗൺ വരച്ചാൽ ആ പോളിഗണിൻ്റെ ടോട്ടൽ ഇതിനകത്ത് ഇതൊരു പോളിഗൺ, അതായത് 2 റീജിയനായിട്ട് എടുത്തു. അതല്ലാതെ ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 സൈഡുള്ള ഔട്ടർ 5 സൈഡ്സുള്ള ഒരു സിംഗിൾ പോളിഗൺ ആയിരിക്കും അത്. ആ ഒരു പോളിഗണെയാണ് നമ്മൾ ഇതിൻ്റെ അതിനകത്തുള്ള റീജിയൻസ് എഡ്ജസിനെ 1, 2, 3, 4, 5 അതിനെയാണ് നമ്മുടെ എക്സ്റ്റീരിയർ റീജിയൻ്റെ എഡ്ജസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ KP be the number of p-sided polygon. That means K3 മീൻസ് എന്തായിരിക്കും? അപ്പം KP എന്ന് പറയുന്നത് നമ്പർ ഓഫ് പി സൈഡഡ് റീജിയൻസ് ഇല്ലേ? അപ്പോൾ K3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് 3 സൈഡഡ് റീജിയൻസ്. 3 സൈഡുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിൾസ്. സോ K3 കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, ദെൻ K4 കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്, ദെൻ K5 കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് പെൻറ്റഗൺസ്. അപ്പോൾ ആ K എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് 3P ആൻഡ് KP മീൻസ് P സൈഡ്, അതായത് 3 ആവാം 4 ആവാം 5 ആവാം എന്ത് വേണമെങ്കിലും ആവാം. ആ അത്രയും സൈഡുള്ള എത്ര റീജിയൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ കൗണ്ടാണ് KP. ആൻഡ് KR ഈസ് ദ നമ്പർ ഓഫ് R സൈഡഡ് പോളിഗൺസ്. ഇവിടെ R കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം സൈഡാണ്. അതായത് നമുക്കിപ്പം ഇങ്ങനൊരു പോളിഗൺ ഉണ്ടെങ്കിൽ ഇതൊരു 3 സൈഡാണ്, ഇത് 4 സൈഡാണ്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ഏതാണ്? 4 ആണ്. സോ ഇവിടെ Rൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ദെൻ നമ്മുടെ എക്സ്റ്റീരിയർ റീജിയന് 5 സൈഡ്സ്. അപ്പം ഇവിടെ നമ്മൾ KR കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് R സൈഡഡ് പോളിഗൺസിൽ അതിൽ ഇൻറ്റീരിയർ ആയിട്ടുള്ള റീജിയൻസാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു 3 സൈഡുള്ളൊരു ട്രയാങ്കിളുണ്ട്, 4 സൈഡുള്ള ക്വാഡ്രിലാറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റീരിയർ റീജിയൻസ് കൺസിഡർ ചെയ്യുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് സൈഡ്സ് എത്താണോ അതിനെയാണ് നമ്മൾ 6 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റീരിയർ റീജിയൻ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് ഇതൊരു ഇൻറ്റീരിയർ റീജിയനാണ്, ഇതൊരു ഇൻറ്റീരിയർ റീജിയനാണ്. അതായത് ഇത് 3 സൈഡുള്ള ഇൻറ്റീരിയർ റീജിയനും ഇത് 4 സൈഡുള്ള ഇൻറ്റീരിയർ റീജിയനും. അപ്പോൾ ഇൻറ്റീരിയർ റീജിയൻ കൺസിഡർ ചെയ്യുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണോ വരുന്നത്, ഇവിടെ 4 ആണ്, അതാണ് 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കിവിടെ വേണ്ടത് നമ്പർ ഓഫ് എഡ്ജസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വി നോ ദാറ്റ് KP be the count of or the number of p-sided regions. So K3 means number of triangles, K4 means number of quadrilaterals, and K5 means number of pentagons, and KR means number of R-sided polygons. ഇവിടെ R കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻറ്റീരിയർ റീജിയൻ കൺസിഡർ ചെയ്യുമ്പോഴുള്ള മാക്സിമം എഡ്ജസ് ആണ്. ഓക്കെ, സോ hence the total number of edges in the entire net of polygon. സോ നമ്മളൊരു പ്ലാനാർ ഗ്രാഫ് കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഒരു പോളിഗൺ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ എഡ്ജും ഏതെങ്കിലും 2 റീജിയൻസിനെ ഷെയർ ചെയ്യുന്ന എഡ്ജായിരിക്കും. അതായത് ഈ ഒരു എഡ്ജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റീജിയനും ഷെയർ ചെയ്യുന്നുണ്ട്, ഈ റീജിയനും ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഈ റിമൈനിങ് 5 എഡ്ജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ എഡ്ജാണെങ്കിൽ ഈ റീജിയനും ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സ്റ്റീരിയർ റീജിയനും ഷെയർ ചെയ്യുന്നുണ്ട്. ഈ എഡ്ജായാലും ട്രയാങ്കിളും ഷെയർ ചെയ്യുന്നുണ്ട്, എക്സ്റ്റീരിയർ റീജിയനും ഷെയർ ചെയ്യുന്നുണ്ട്. ഈ 3 എഡ്ജസ് ആയാലും നമ്മുടെ ഈ ഒരു ക്വാഡ്രിലാറ്ററും ഷെയർ ചെയ്യുന്നുണ്ട്, എക്സ്റ്റീരിയർ റീജിയനും ഷെയർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഏത് എഡ്ജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്തായിരിക്കും? 2 റീജിയൻസ് ആ എഡ്ജിനെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് 2E ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് എല്ലാ എഡ്ജസും 2 വട്ടം കൺസിഡർ ചെയ്യുന്നുണ്ട്. 2 പോളിഗൺസ് അല്ലെങ്കിൽ 2 റീജിയൻസിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസിനെ ഇവിടെ 2E ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ദെൻ ഇനി നമ്പർ ഓഫ് എഡ്ജസ് നമ്മൾ എങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത്? നമ്മളിവിടെ നോക്കുന്നത് 3 സൈഡുള്ള എത്ര പോളിഗൺസ് അല്ലെങ്കിൽ റീജിയൻ ഉണ്ട് അതേ ഇൻറ്റു 3. ദെൻ 4 സൈഡുള്ള എത്ര പോളിഗൺ ഉണ്ട് അതേ ഇൻറ്റു 4. അതായത് 3 സൈഡുള്ള എത്ര പേര്, 3 സൈഡുള്ള ആൾക്കാരുടെ വാല്യൂ
K3 ആണ്. അപ്പോൾ 3 സൈഡുള്ള ട്രയാങ്കിൾസിൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 സൈഡുള്ള 2 പേരുണ്ടെങ്കിൽ 3 സൈഡുള്ള 2 പേരുണ്ടെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2 × 3. ഇനി 4 സൈഡുള്ള 2 പേരുണ്ടെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 × 4. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് എഴുതേണ്ടത് 3k3 + 4k4 + 5k5 + rk4 + p = 2 × e. ദാറ്റ് മീൻസ് 3 സൈഡുള്ള എത്ര പോളിഗൺസ് റീജിയൻസ് ഉണ്ട്? അതേ × 3. ദെൻ 4 സൈഡുള്ള എത്ര പേരുണ്ട്? അതേ × 4 എഡ്ജസ്. ഓക്കെ, എക്സെട്ര അപ് ടു മാക്സിമം 6 സൈഡുള്ള എത്ര പേരുണ്ട്? അതേ × r പ്ലസ് p = 2e. ഇവിടെ p കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ്റ്റീരിയർ റീജിയൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഇവിടെ വരുന്നത് ഇതൊരു പോളിഗനാണ്. ഇതൊരു 5 സൈഡഡ് പോളിഗനാണ്. p സൈഡഡ് പോളിഗൺ. ഇവിടെ പിയുടെ വാല്യൂ 5. സോ ഇറ്റ്സ് എ 5 സൈഡഡ് പോളിഗൺ. ദെൻ ഇതിനകത്ത് എത്ര റീജിയൻസ് ഉണ്ട്? 1, 2, 3. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എഡ്ജസ് നമ്മൾ എഴുതുമ്പോൾ 3 സൈഡുള്ള എത്ര പേരുണ്ട് ഇവിടെ? K3യുടെ വാല്യൂ 1. ദെൻ 4 സൈഡുള്ളതോ 1. ഓക്കെ, സോ ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ 3 × 1 പ്ലസ് നമ്മളിവിടെ ആറിൻ്റെ വാല്യൂ മാക്സിമം എത്ര ആയിരുന്നു വരുന്നത്? ഇൻറ്റീരിയർ റീജിയൻ്റെ മാക്സിമം സൈഡ് എന്ന് പറഞ്ഞാൽ 4 അല്ലയോ? സോ ഇവിടെ ആറിൻ്റെ വാല്യൂ 4 ആണ്. സോ rk4 എന്ന് പറയുന്നത് rkr എന്ന് പറയുന്നത് 4 × 1, 4 സൈഡുള്ള ഒരാൾ. ഓക്കെ, പ്ലസ് p എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഓവറാൾ പോളിഗൺ, അതായത് പ്ലസ് നമുക്ക് വേണ്ടത് നമ്മുടെ എക്സ്റ്റീരിയർ റീജിയൻ്റെ നമ്പർ ഓഫ് സൈഡ്. എക്സ്റ്റീരിയർ റീജിയൻ അത് എത്ര സൈഡ് കാണും? നമ്മുടെ ഈ പോളിഗൺ എന്താണോ, പോളിഗൺ എത്ര എഡ്ജസ് ഉണ്ടാണോ അത്രയും എഡ്ജസ് തന്നെയാണ് നമ്മുടെ എക്സ്റ്റീരിയർ റീജിയൻ്റെ എഡ്ജ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലാനാർ ഗ്രാഫിൻ്റെ ഓവറാൾ പോളിഗണിനകത്ത് എത്ര എഡ്ജസ് ഉണ്ടോ അത് തന്നെയായിരിക്കും നമ്മുടെ ആ എക്സ്റ്റീരിയർ റീജിയൻ്റെ നമ്പർ ഓഫ് സൈഡ്സ്. അതായത് ഇവിടെ 1, 2, 3, 4, 5 5 സൈഡല്ലേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മുടെ എക്സ്റ്റീരിയർ റീജിയൻ്റെ സൈഡ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു p സൈഡ് അല്ലെങ്കിൽ 5 സൈഡാണ്. സോ പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 വിച്ച് ഈസ് ഈക്വൽ ടു 7 + 5 12 അല്ലേ? ദാറ്റ് ഈസ് 2e. ഇവിടുത്തെ നമ്പർ ഓഫ് എഡ്ജസ് എത്ര? 1, 2, 3, 4, 5, 6. സോ 2 × 6 = 12. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. സോ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് K3 × 3 + K4 × 4 + എക്സെട്ര അപ് ടു K4 × r + p. p എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ്റ്റീരിയർ റീജിയൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ പോളിഗണിൻ്റെ നമ്പർ ഓഫ് എഡ്ജസ്, which is equal to 2e. So here e is the total number of edges in the polyhedron. As each edge is counted twice, we take number of edges will be equal to 2e. Then next is calculating the number of faces. എത്ര ഫേസസ് അല്ലെങ്കിൽ എത്ര റീജിയൻസ് ഉണ്ടെന്നാണ് നമുക്ക് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര റീജിയൻസ് കാണും? 3 സൈഡുള്ള എത്ര പേരുണ്ട്? 4 സൈഡുള്ള എത്ര പേരുണ്ട്? 5 സൈഡുള്ള എത്ര പേരുണ്ട്? അങ്ങനെ ദെൻ പ്ലസ് ഒരു എക്സ്റ്റീരിയർ റീജിയനും കാണും. അങ്ങനെയല്ലേ ടോട്ടൽ റീജിയൻസ് അല്ലേ? സോ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് റീജിയൻസ് ഓർ ഫേസസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അതായത് നമ്മൾ റീജിയൻസ് പറയുന്നത് നമുക്ക് പറഞ്ഞു ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3 സൈഡെങ്കിലും വേണം. സോ 3 സൈഡുള്ള എത്ര പേരുണ്ട്? K3 പ്ലസ് 4 സൈഡുള്ള എത്ര പേരുണ്ട്? K4 പ്ലസ് 5 സൈഡുള്ള എത്ര പേരുണ്ട്? K5 പ്ലസ് എക്സെട്ര അപ് ടു KR. KR എന്ന് വെച്ചാൽ മാക്സിമം സൈഡ്സ് പ്ലസ് 1 = F. 1 എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റീരിയർ റീജിയനാണ് ഉദ്ദേശിക്കുന്നത്, = F. Okay, so here the outer region of the infinite region is also to be counted along with all interior regions, hence the 1, and F is the total number of regions. According to the example, here K3 = 1 plus KR = 1
plus outside region equal to 3. 1, 2, 3. Okay, number of faces കഴിഞ്ഞു, number of edges കഴിഞ്ഞു. Next is sum of all interior angles of a polyhedron. The sum of all interior angles of a p-sided polygon is p minus 2 into pi. ഒരു പോളിഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് p മൈനസ് 2 ഇൻറ്റു പൈ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 60 ഡിഗ്രി 60 ഡിഗ്രി 60, ദാറ്റ് ഈസ് 180 ഡിഗ്രി ഇല്ലേ? അക്കോർഡിംഗ് ടു ഇക്വേഷൻ p മൈനസ് 2 ഇൻറ്റു പൈ. p സൈഡഡ് ആണ് p മൈനസ് 2. ഇവിടെ എത്ര സൈഡ്? 3. സോ 3 മൈനസ് 2 ഇൻറ്റു പൈ ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും അല്ലേ? 90 ഇൻറ്റു 4 360. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ യൂസ് ഇക്വേഷൻ p മൈനസ് 2 ഇൻറ്റു പൈ മീൻസ് 4 മൈനസ് 2 ഇൻറ്റു പൈ, ദാറ്റ് ഈസ് 2 പൈ ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, സോ സം ഓഫ് ഓൾ ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് p സൈഡഡ് ആംഗിൾ, ഒരു പോളിഗൺ p സൈഡഡ് പോളിഗണിൻ്റെ സം ഓഫ് ഓൾ ഇൻറ്റീരിയർ ആംഗിൾസ് p മൈനസ് 2 ഇൻറ്റു പൈ. ദെൻ if we take the sum of interior angles for each polygon inside the polygon, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇതേപോലെ പോളിഹെഡ്രൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാ റീജിയൻസിൻ്റെയും ഇൻറ്റീരിയർ ആംഗിൾസ്, അതായത് ഈ റീജിയൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണം നമുക്ക്. ഈ റീജിയൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ, ഈ റീജിയൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് പൈ ഇൻറ്റു 3 മൈനസ് 2 അല്ലെങ്കിൽ 3 മൈനസ് 2 ഇൻറ്റു പൈ. ദെൻ ഈ റീജിയൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 4 മൈനസ് 2 ഇൻറ്റു പൈ. ഓക്കെ, ഇതുപോലെ ചില പോളിഗൺസ് നമുക്ക് എടുക്കുമ്പോൾ 3 സൈഡുള്ള എത്ര പേര് കാണും? K3 ആൾക്കാർ കാണും. സോ K3. ദെൻ 4 പേരുള്ള എത്ര ആൾക്കാരുണ്ട്? അതാണ് K4. ഫോർ എക്സാമ്പിൾ ഇഫ് ദിസ് ഈസ് ദ പോളിഗൺ. ഓക്കെ, ഇതാണെന്ന് വെച്ചോ. അപ്പം ഇവിടുത്തെ ഒരാളുടെ ആംഗിളാണ് 3 മൈനസ് 2 ഇൻറ്റു പൈ. ഇവിടെ 2 പേരുണ്ടെങ്കിൽ ഇൻറ്റു 2 എന്ന് എഴുതത്തില്ലേ? ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? K3 ആണ്, 3 സൈഡുള്ള 2 പേര്. അതുപോലെ ഇതെടുക്കുമ്പോൾ 4 മൈനസ് 2 ഇൻറ്റു പൈ ഒരാളുടേത്. ഇവിടെ 2 പേരുണ്ടെങ്കിൽ ഇൻറ്റു 2. ഇവിടുത്തെ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? K4 ആണ്. K4 എന്ന് വെച്ചാൽ 4 സൈഡുള്ള എത്ര പേരുണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള പ്ലാനാർ ഗ്രാഫിൻ്റെ എല്ലാ പോളിഗൺസിൻ്റെയും ഇൻറ്റീരിയർ ആംഗിൾ സം എടുക്കുമ്പോൾ ഒരു പി സൈഡ് പോളിഗൺ p മൈനസ് 2 ഇൻറ്റു പൈ. എത്ര പി സൈഡ് പോളിഗൺസ് കാണും? KP ആണ്. സോ അതാണ് K3 ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു പൈ പ്ലസ് K4 ഇൻറ്റു 4 മൈനസ് 2 ഇൻറ്റു പൈ എക്സെട്ര അപ് ടു KR ഇൻറ്റു R മൈനസ് 2 ഇൻറ്റു പൈ. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾ കിട്ടി. ഇനി സം ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഹെഡ്രൺ എന്ന് പറഞ്ഞാൽ p പ്ലസ് 2 ഇൻറ്റു പൈ ആണ്. p പ്ലസ് 2 ഇൻറ്റു പൈ എക്സ്റ്റീരിയർ ആംഗിളിന്. ഓക്കെ, ദെൻ ടോട്ടൽ ആംഗിൾ. ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിപ്പം ഒരു വേർട്ടെക്സ് എടുത്ത് നോക്കും, ഒരു വേർട്ടെക്സ് എടുത്ത് നോക്കുമ്പോൾ ടോട്ടൽ ആംഗിൾ 360 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എത്ര വേർട്ടിസസ് ഉണ്ടോ ഇൻറ്റു 360 ആയിരിക്കും ഒരു പോളിഹെഡ്രൻ്റെ ടോട്ടൽ ആംഗിൾ. ദാറ്റ് ഈസ് ടോട്ടൽ n വേർട്ടിസസ് ഇൻറ്റു 360 എന്ന് പറയുമ്പോൾ 2π ഈക്വൽ ടു 2πn. സോ ടോട്ടൽ സം ഓഫ് ദ ഓൾ ആംഗിൾസ് ഓഫ് ദ പോളിഹെഡ്രൺ ഈക്വൽ ടു 2πn. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾ ഒരാളുടെ പൈ മൈനസ് 2 ഇൻറ്റു പൈ ആയിരിക്കും. അതുപോലെ എത്ര പേരുണ്ടെന്നുള്ളത് KP ആയിരിക്കും. സോ 3 മൈനസ് 2 ഇൻറ്റു പൈ ഇൻറ്റു K3, 4 മൈനസ് 2 ഇൻറ്റു പൈ ഇൻറ്റു K4, 5 മൈനസ് 2 ഇൻറ്റു പൈ ഇൻറ്റു K5 എക്സെട്ര അപ് ടു ഇൻറ്റീരിയർ ആംഗിൾ സൈൻ. ഇനി എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് പൈ പ്ലസ് 2 ഇൻറ്റു പൈ. ദെൻ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഓവറാൾ 2πn. ഓക്കെ, ദെൻ ഇനി നമ്മുടെ സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസും സം ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾസും കൂടെ നമ്മൾ ഇക്വേഷൻസ് ആയിട്ട് എഴുതുക. സോ ദ ടോട്ടൽ ആംഗിൾ സം ഓഫ് ദ പോളിഗൺ ഈക്വൽ ടു സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ് പ്ലസ് സം ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾസ്. നമ്മളിപ്പോൾ പറഞ്ഞ് ടോട്ടൽ 2πn എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ എല്ലാം സമ്മ്, എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ എല്ലാം സമ്മ്. ഓക്കെ, ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ എല്ലാം സം എന്ന് പറയുന്നത് നമുക്കറിയാം ഈക്വേഷനാണ്. പ്ലസ് എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് p പ്ലസ് 2 ഇൻറ്റു പൈ ഈക്വൽ ടു 2πn. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ഇക്വേഷനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്തെഴുതുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമ്മൾ പൈ കോമൺ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പൈ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 3k3 മൈനസ് 2k3 പ്ലസ് പൈ ഇൻറ്റു
4k3 minus 2k3. Sorry, 4k4 minus 2k4. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വീണ്ടും 3k3 4k3 എന്ന് പറഞ്ഞ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3k3 plus 4k4 plus 5k5 plus etc. up to rk4 എന്നെടുക്കുകയാണെങ്കിൽ അതെന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 3k3 plus 4k4 plus 5k4 plus rk4 kr plus p equal to 2e എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിരിക്കും? 2e മൈനസ് പി അല്ലേ? ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഇത്ര ഇക്വേഷൻ എന്തായിരിക്കും? 2e മൈനസ് പി ആണ്. ഓക്കെ, സോ ഹിയർ ഇവിടെ നമ്മൾ ഈ ഓരോ പാർട്ടിനെയും k4 ഇൻസൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3k3 മൈനസ് 2k3 ഇൻറ്റു പൈ പ്ലസ് 4k4 മൈനസ് 2k4 ഇൻറ്റു പൈ എന്ന് പറഞ്ഞ് വരും. അതിൽ 3k3 4k4 5k5 എല്ലാം നമ്മൾ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷനെ ഈ ഒരു പൊസിഷനിൽ 2e മൈനസ് പി എന്ന് എഴുതാം. ഓക്കെ, റിമൈനിങ് മൈനസ് 2k3 മൈനസ് 2k4 എടുക്കുമ്പോൾ അതിനെ നമുക്ക് -2 പുറത്തെടുത്താൽ k3 പ്ലസ് k4 പ്ലസ് എക്സെട്ര അപ് ടു kr എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ നമ്പർ ഓഫ് ഫേസസ് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ പഠിച്ചു k3 പ്ലസ് k4 പ്ലസ് എക്സെട്ര അപ് ടു 1 ഈക്വൽ ടു 4. സോ ഇത്രയും പോർഷൻ എന്തായിരിക്കും? f മൈനസ് 1. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്ത് ഈ ഇത്രയും പോർഷൻസിൽ നിന്ന് നമ്മൾ -2 പൈ പുറത്തെടുത്താൽ റിമൈനിങ് ഇക്വേഷൻ ഇങ്ങനാവും. ആ ഇക്വേഷനെ നമുക്ക് f മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, സോ മൈനസ് പൈ ഇൻറ്റു 2 മൈനസ് പൈ പി മൈനസ് 2 പൈ ഇൻറ്റു എഫ് മൈനസ് 1 പ്ലസ് പൈ ഇൻറ്റു പി പ്ലസ് 2 ഈക്വൽ ടു 2 പൈ എൻ. ഓക്കെ, ഇതിൽ നിന്ന് പൈ എല്ലാം ക്യാൻസൽ ചെയ്തു, നമ്മളിങ്ങനെ എഴുതി. ദെൻ അതിൽ നിന്ന് പി ക്യാൻസൽ ചെയ്തു. ദെൻ ഇക്വേഷൻ ബിക്കംസ് 2e മൈനസ് 2f പ്ലസ് 4 ഈക്വൽ ടു 2n. അതിൽ നിന്ന് 2 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ e മൈനസ് എഫ് പ്ലസ് 2 ഈക്വൽ ടു n. സോ എഫ് ഈക്വൽസ് എന്താവും? എഫ് അപ്പുറത്തെ സൈഡ് പോകുമ്പോൾ e മൈനസ് n പ്ലസ് 2. ഇങ്ങനെ ഫൈനൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. മനസ്സിലായോ? അതിൽ നമുക്ക് സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് കറക്റ്റായിട്ട് എല്ലാം എഴുതണം. ദെൻ എക്സ്റ്റീരിയർ ആംഗിൾസ് നമ്മൾ പ്രത്യേകിച്ച് എഴുതി. ദെൻ അതിനകത്ത് നിന്ന് ഈ ഒരു പോർഷനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. നമുക്ക് പൈ ഇൻറ്റു 2e മൈനസ് പി എന്നും വരണം, -2 പൈ ഇൻറ്റു എഫ് മൈനസ് 1 എന്നും പറഞ്ഞും വേണം. ഓക്കെ, ഇങ്ങനെയാണ് ലാസ്റ്റ് നമുക്ക് എഫ് ഈക്വൽ ടു ഇ മൈനസ് n പ്ലസ് 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ എനി സിമ്പിൾ ഗ്രാഫ് കണക്റ്റഡ് any simple connected planar graph with f regions, n vertices and e edges, the following inequality will hold. ഒരു സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ഉള്ള രണ്ട് കണ്ടീഷൻസാണ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ 3/2 എഫ് ആൻഡ് ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ് 2. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് നമുക്ക് കിട്ടിയത്, ഇനിക്വാളിറ്റീസ് നമുക്ക് കിട്ടിയത്, നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 2e ആണ്. ഇനി നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് റീജൻസ്, നമ്മുടെ റീജൻസ് എന്ന് പറയുമ്പോൾ ഒരു ആളെ നമുക്കൊരു പോളിഗണെ റീജൻ എന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് വേണം? 3 സൈഡെങ്കിലും വേണം. 2 സൈഡ് കൊണ്ട് നമുക്കൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള പോളിഗൺ ഉണ്ടാക്കാൻ പറ്റുമോ? 2 സൈഡ് കൊണ്ട് ഇല്ല. അറ്റ്ലീസ്റ്റ് നമുക്കൊരു 3 സൈഡെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെ ഒരു റീജൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ഫേസിൻ്റെ നമ്മളൊരാളെ ഒരു റീജനായിട്ട് കൺസിഡർ ചെയ്യണം അല്ലെങ്കിൽ ഫേസായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ വേണ്ടുന്ന മിനിമം നമ്പർ ഓഫ് എഡ്ജസ് എന്താണ്? 3 ആണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഈച്ച് റീജൻ ഈസ് ബൗണ്ടഡ് ബൈ അറ്റ്ലീസ്റ്റ് 3 എഡ്ജസ്. നമ്മൾ ഏറ്റവും മിനിമം ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു റീജന് അറ്റ്ലീസ്റ്റ് ഒരു 3 എഡ്ജസ് എങ്കിലും കാണും. സോ ടോട്ടൽ നമ്പർ ഓഫ് റീജൻസ് എന്ന് പറയുന്നത് എഫ്, അത് ഇൻറ്റു 3. മനസ്സിലായോ? ടോട്ടൽ നമ്പർ ഓഫ് ഫേസസ് ഓർ റീജൻസ് എന്ന് പറയുന്നത് എഫ്. ഓക്കെ, ദെൻ
അതിൽ ഈ പറയുന്ന റീജിയൻ ഏറ്റവും മിനിമം ആയിട്ടുള്ള എഡ്ജസ് ഉള്ള റീജിയൻ, അതായത് നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കും? അതായത് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഫേസസ് എഫ് ആണ്. ഈ പറയുന്ന ഫേസസിനെയെല്ലാം നമ്മൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് എന്തായിരിക്കും? 3 × F ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ടു 2E. സോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എഴുതുന്നത് 2E ഈസ് 2E is greater than or equal to 3F. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഫേസസ് ഏറ്റവും മിനിമം ആയിട്ടുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ട്രയാങ്കിൾ ആയിരിക്കത്തില്ല, അതിനകത്ത് പോളിഗൺ, പെൻറ്റഗൺ കാണും, ക്വാഡ്രിലേറ്റർ കാണും. സോ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് അവിടെ കൂടാ. അതാണ് 2E ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3F ആയിട്ട് എഴുതുന്നത്. സോ അതിൽ നമുക്ക് എഴുതാം E ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3F/2. ഇതാണ് ഫസ്റ്റ് ഇനീക്വാളിറ്റി. ഓക്കെ, ഇനി എഫിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കും? E ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3E മൈനസ് n+2/2. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 2E greater than or equal to 3E minus 3n plus 6. മനസ്സിലായോ? നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അതിൽ എഫിൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ എഫ് ഫ്രം ഊളേഴ്സ് ഫോർമുല, ഈ എഫിൻ്റെ പൊസിഷനിൽ നമ്മൾ E-n+2 അപ്ലൈ ചെയ്യുമ്പോൾ E ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 - 2 ഇൻറ്റു E-n+2. ഓക്കെ, 2E greater than or equal to 3E minus 3n plus 6. ഓക്കെ, അപ്പോൾ അതിൽ E നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? ഇത് ഇപ്പോഴത്തെ സൈഡിലോട്ട് കൊണ്ടുവന്ന് ഇത് ഇപ്പോഴത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ E ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഈ ഇക്വേഷനകത്തോട്ട് എഫിൻ്റെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. E ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 2. ഓക്കെ, അതൊരു നമുക്ക് പ്രൂഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ദ ഇനീക്വാളിറ്റി E ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 ഈസ് ഓഫൺ യൂസ്ഫുൾ ഇൻ ഫൈൻഡിങ് ഓഫ് എ ഗ്രാഫ് ഈസ് നോൺ പ്ലനർ. അതായത് ഒരു ഗ്രാഫ് പ്ലനർ ആയിരിക്കണമെങ്കിൽ ഈ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യണം. ഈ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ ഗ്രാഫ് എന്ന് പറയുന്നത് നോൺ പ്ലനർ ആയിരിക്കും. Okay. Next, prove that Kuratowski's first graph is non-planar. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു കുരട്ടോവ്സ്കിസ് ഫസ്റ്റ് ഗ്രാഫ് ആൻഡ് സെക്കൻഡ് ഗ്രാഫ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പ്രൂവ് ദാറ്റ് കുരട്ടോവ്സ്കിസ് ഫസ്റ്റ് ഗ്രാഫ് ഓർ സെക്കൻഡ് ഗ്രാഫ് ഈസ് നോൺ പ്ലാനാർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് വരച്ചും കാണിക്കണം, അതിനോടൊപ്പം തന്നെ ഇക്വേഷൻ യൂസ് ചെയ്തുള്ള പ്രൂഫും കാണിക്കണം. ചില കേസിൽ ക്വസ്റ്റ്യൻ വരുന്ന പ്രൂവ് ദാറ്റ് ദ കുരട്ടോവ്സ്കിസ് ഫസ്റ്റ് ഗ്രാഫ് ഈസ് നോൺ പ്ലാനാർ, പ്രൂവ് ഇറ്റ് ബേസ്ഡ് ഓൺ ദ ഇനിക്വാളിറ്റിയുടെ ബേസിസിൽ പ്രൂവ് ചെയ്യാൻ പറയുവാണെങ്കിൽ ഈക്വേഷൻ വെച്ച് മാത്രം പ്രൂവ് ചെയ്താൽ മതി. അതല്ലാതെ ജസ്റ്റ് പ്രൂവ് ദാറ്റ് ദ ഗ്രാഫ് ഈസ് നോൺ പ്ലാനാർ എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ ഗ്രാഫിക്കലി അതിനെ റെപ്രസെൻറ്റും ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇക്വേഷൻ ബേസ് ചെയ്തും പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ പ്രൂവ് ദാറ്റ് ദ കുരട്ടോവ്സ്കിസ് ഫസ്റ്റ് ഗ്രാഫ് ഈസ് നോൺ പ്ലാനാർ. നമുക്കറിയാം കുരട്ടോവ്സ്കിസ് ഫസ്റ്റ് ഗ്രാഫ് മീൻസ് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 5 വേർട്ടിസസ് ഇല്ലേ. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 5 വേർട്ടിസസ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ്? 10 ആണ്. സോ n = 5 ദെൻ E = 10. ഇനി നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? E ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 എന്നായിരുന്നു. ഓക്കെ, അപ്പം ഇവിടുത്തെ E എന്ന് പറയുന്നത് 10 ആണ്. ഇനി 3n - 6 നോക്കുമ്പോൾ എന്ത് കിട്ടും? 3 × 5 - 6 ദാറ്റ് ഈസ് 15 - 6 = 9. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. സോ ഇവിടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് കുരട്ടോവ്സ്കിസ് ഫസ്റ്റ് ഗ്രാഫ് ഓർ എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 5 വേർട്ടിസസ് ഈസ് നോൺ പ്ലാനാർ. മനസ്സിലായോ? നമ്മുടെ കുരട്ടോവ്സ്കിസ് ഫസ്റ്റ് ഗ്രാഫിനകത്ത് നമ്പർ ഓഫ് എഡ്ജസും നമ്പർ ഓഫ് വേർട്ടിസും നമുക്കറിയാം. നമുക്കതിനെ നോൺ പ്ലാനാർ എന്ന് പ്രൂവ് ചെയ്യണം. നോൺ പ്ലാനാർ എന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ പ്ലനാറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ് പ്ലനാറിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നോൺ പ്ലനാറാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പ്രൂവ് ദാറ്റ് കുരട്ടോവ്സ്കിസ് സെക്കൻഡ് ഗ്രാഫ് ഈസ് നോൺ പ്ലാനാർ.
ക്രോട്ടോവസ്കി സെക്കൻഡ് ഗ്രാഫ്. ക്രോട്ടോവസ്കി സെക്കൻഡ് ഗ്രാഫ് എന്തായിരുന്നു? 1 2 3 1 2 3 1 2 3. അപ്പോൾ ഈ ഒരു ക്രോട്ടോവസ്കി സെക്കൻഡ് ഗ്രാഫ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ 6 ആയിരുന്നു. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ 9 വന്നു. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഏതൊരു പോളിഗൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ മിനിമം എത്ര എഡ്ജസ് കാണും? 4 എഡ്ജസ് കാണും അല്ലേ? നമ്മളിപ്പം ഇങ്ങനെ ഒരു പോളിഗൺ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ്? 4 ആണ്. ഓക്കെ. ദെൻ നമ്മൾ ഇങ്ങനെ ഒരു പോളിഗൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് 4 ആണ്. ദെൻ ഇങ്ങനൊരു പോളിഗൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് 4 ആണ്. സോ അതായത് കുരട്ടോവസ്കി സെക്കൻഡ് ഗ്രാഫിൽ നമ്മൾ ഏത് പോളിഗൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 4 ആണ്. അതായത് എല്ലാ റീജിയൻസിൻ്റെയും നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 4 ആണ്. സോ ഹിയർ നമ്മൾ നേരത്തെ 2E ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3F എന്ന് പറഞ്ഞ് എഴുതി. അവിടെ നമ്മൾ ഓരോ റീജിയൻ്റെയും നമ്പർ ഓഫ് എഡ്ജസ് 3 ആയിട്ട് കൺസിഡർ ചെയ്തു. കുരട്ടോവസ്കി സെക്കൻഡ് ഗ്രാഫിൽ നമുക്കറിയാം ഒരു റീജിയൻ്റെ അല്ലെങ്കിൽ പോളിഗണിൻ്റെ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് 4 ആണ്. സോ 2E ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4F എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ കുരട്ടോവസ്കി സെക്കൻഡ് ഗ്രാഫ് ഈസ് എ റെഗുലർ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് 6 vertices and 9 edges. To prove the non-planarity of the Kuratowski second graph, we can make use of the additional fact that no region in this graph can be bounded with fewer than 4 edges. So 2E greater than or equal to 4F. ഓക്കെ. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4F ഫ്രം റൂളേഴ്സ് ഫോമുല, എഫിൻ്റെ പൊസിഷനിൽ നമ്മൾ റൂളേഴ്സ് ഫോമുല സപ്ലൈ ചെയ്യുവാണെങ്കിൽ 2E ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഇൻറ്റു E മൈനസ് n പ്ലസ് 2. അതായത് നമുക്ക് ഈ ഒരു കണ്ടീഷൻ പ്രൂവ് ആവണം. ഓക്കെ. ബട്ട് ഇവിടെ നമ്മൾ ഇയുടെ പ്ലേസസിൽ 9ഉം ദെൻ എന്നിൻ്റെ പ്ലേസസിൽ നമ്മൾ 6 ഇടുമ്പോൾ 18 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് വരുന്നത്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താണ്? ഇത് പ്ലാനാറിൻ്റെയാണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നോൺ പ്ലാനറാണ്. ദസ് ദ ഗ്രാഫ് വയലേറ്റ്സ് ഇൻഇക്വാലിറ്റി ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് നോൺ പ്ലാനർ. ദ യൂണിവേഴ്സിറ്റിക്ക് കുരട്ടോവസ്കിസ് ഗ്രാഫിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് ഗ്രാഫ് ഒരു സെക്കൻഡ് ഗ്രാഫ് ചോദിക്കും. സോ അത് ചോദിക്കുമ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് വരച്ചും അത് നോൺ പ്ലാനർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് എഡ്ജസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യണം. ഈ ഇക്വേഷന് ബേസും പ്രൂവ് ചെയ്യണം. ഇക്വേഷൻ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എഴുതണം. ഫസ്റ്റ് ഗ്രാഫിൻ്റെ കേസിൽ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇക്വേഷൻ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ് 6 എന്ന ഇക്വേഷനെ യൂസ് ചെയ്ത് വേണം ചെയ്യാൻ. സെക്കൻഡ് കേസിൽ 2E ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4F, ദാറ്റ് ഈസ് 2E ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഇൻറ്റു E മൈനസ് n പ്ലസ് 2 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ. സോ ദീസ് ഓൾ അബൌട്ട് Euler's graph. Euler's graph means number of faces equal to regions equal to E minus n plus 2. So first നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് കാൽക്കുലേറ്റ് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് ഫേസസ്, ദെൻ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾസ്, സം ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾസ്, ദെൻ ടോട്ടൽ ആംഗിൾ ഇക്വേഷന് ബേസ് ചെയ്ത് എഴുതി. ഫസ്റ്റ് 2 ഇക്വേഷൻസ് നമ്പർ ഓഫ് ഫേസസ് നമ്പർ ഓഫ് എഡ്ജസിൻ്റെ ഇക്വേഷൻസിൽ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഫൈനലി F equal to E minus n plus 2 കിട്ടുന്നത്. ഓക്കെ. താങ്ക് യു.